सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह जेल में होगी। കേരളം പിടിക്കാൻ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി പ്രധാനമന്ത്രിയുടെ കടന്നാക്രമണം. ദൈവത്തിന്റെ സ്വർണം കട്ടവർ ജയിലിലാകുമെന്നതാ മോദിയുടെ ഗ്യാരണ്ടി. ത്രിപുരയിലും ബംഗാളിലും CPIM-നെ കണ്ടുകിട്ടാനില്ല. കോൺഗ്രസ് ഇന്ന് മാവോയിസ്റ്റ് മുസ്ലിം ലീഗ് കോൺഗ്രസ് ആയി മാറിയെന്നും പ്രധാനമന്ത്രി. मैं तिरुवनंतपुरम की जनता से कहूंगा, आप विश्वास रखिए, मारा तदीनी मारूम। കേരള ഭരണത്തിലെ LDF UDF യുഗം അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി. 10 വർഷം കഴിഞ്ഞാൽ ഇരുകൂട്ടർക്കും ഭരണമില്ല. ഇരുപക്ഷവും നടത്തുന്നത് അഡ്ജസ്റ്റ്മെന്റും അഴിമതിയും. കോൺഗ്രസും ലീഗും കേരളത്തെ വർഗീയതയുടെ പരീക്ഷണശാലയാക്കിയെന്നും വിമർശനം. BJP വേദിയിലെ പ്രധാനമന്ത്രിയുടെ സ്നേഹാശ്ലേഷണത്തിനു മുന്നിൽ വിതുമ്പി മേയർ രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും. പാദങ്ങളിൽ വണങ്ങിയ ആശയുടെ കാലിൽ തിരികെ തൊട്ട് പ്രധാനമന്ത്രി. കാലിൽ വന്ദിക്കാൻ അനുവദിക്കാതെ രാജേഷിനെ ഗാഠമായി കെട്ടിപ്പിടിച്ച് മോദി. അയ്യപ്പന്റെ മഹിഷിവധ വിഗ്രഹം സമ്മാനിച്ച് തുഷാർ. സാബുവും ജേക്കബും മുൻനിരയിൽ. BJP പ്രവർത്തകർക്ക് ആവേശമായി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. തമ്പാനൂർ ഓവർബ്രിഡ്ജ് മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് മോദി. കോർപ്പറേഷൻ ഭരണം പിടിച്ചതിന്റെ ആവേശം ഇരട്ടിയാക്കി പ്രവർത്തകർ. വികസനരേഖ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു. നാല് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തും കേന്ദ്ര പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത്. വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഭാരതം എന്ന സ്വപ്നം പൂർണ്ണമാകൂ എന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ റെയിൽ ശൃംഖല കൂടുതൽ ദൃഢമാകും. ദരിദ്ര വിഭാഗങ്ങൾക്ക് കൂടുതൽ സഹായമെത്തിക്കും. കേന്ദ്ര പദ്ധതികൾ എണ്ണിപ്പറഞ്ഞ് നരേന്ദ്രമോദി. महानुभाव, देवी और सज्जनों, നമസ്കാരം. മലയാളം പറഞ്ഞ് സദസ്സിനെ കയ്യിലെടുത്ത പ്രധാനമന്ത്രി. VV രാജേഷിന് പഴയകാല സുഹൃത്തെന്ന് വിശേഷണം. വേദിയിലേക്ക് പിണറായിയെ കൈപിടിച്ച് കയറ്റി മോദി. റെയിൽവേയുടെ ഉപഹാരമായി നൽകിയത് ഗീതോപദേശത്തിന്റെ ചിത്രം. വിമാനത്താവളത്തിൽ മോദിയെ സ്വീകരിച്ച മുഖ്യമന്ത്രിയും ഗവർണറും. I take this opportunity to express our sincere gratitude to the Honorable Prime Minister for having cleared these projects. I hope this concern and goodwill gesture will continue to be shown to Kerala in the times to come too. കേരളത്തിന് പദ്ധതികൾ അനുവദിച്ചതിൽ പ്രധാനമന്ത്രിയോട് നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി. കേരളത്തിന് സംതൃപ്തിയുടെ നിമിഷം. കൂടുതൽ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് പ്രതീക്ഷയെന്നും പിണറായി വിജയൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടൂർ പ്രകാശിന് കുരുക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. ബംഗളൂരുവിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന്റെ കൂടിക്കാഴ്ച. പോറ്റിയിൽ നിന്നും അടൂർ പ്രകാശ് സമ്മാനങ്ങൾ വാങ്ങിയതിന്റെയും ചിത്രങ്ങൾ പുറത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തനിക്കെതിരെ ഗൂഢാലോചനയുണ്ടെന്ന ഗുരുതര ആരോപണവുമായി അടൂർ പ്രകാശ്. പോറ്റിയെ കണ്ടപ്പോൾ കൊള്ളക്കാരനെന്ന് അറിയില്ലായിരുന്നു. സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. MP എന്നുള്ള നിലയിൽ കൂടെ വരണം എന്ന് ആവശ്യപ്പെട്ടു. ഞാൻ പോയി. നേരത്തെ ഇയാൾ എവിടെയുള്ള ആളാണെന്നോ ഇയാൾ ഏത് തരത്തിലുള്ള ഈ കൊള്ളസംഘക്കാരനാണെന്നോ ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ലല്ലോ.
അടൂർ പ്രകാശിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി KPCC പ്രസിഡന്റിന്റെ കൈവിടൽ. വിശദാംശങ്ങൾ അടൂർ പ്രകാശിനോട് ചോദിക്കൂ എന്ന് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം കിട്ടി പുറത്തുവരുന്ന ആദ്യ പ്രതിയായി മുരാരി ബാബു. ദ്വാരപാലക, കട്ടിളപ്പാളി കേസുകളിൽ സ്വാഭാവിക ജാമ്യം. കർശന ഉപാധികൾ വെച്ച് കൊല്ലം വിജിലൻസ് കോടതി. തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് നേരിട്ട് പങ്കെന്ന SIT. പാളികൾ 2 തവണ കടത്തിയതിലും തന്ത്രിക്ക് പങ്കെന്ന വിജിലൻസ് കോടതിയെ അറിയിച്ച അന്വേഷണ സംഘം. മറ്റു പ്രതികളുമായി തന്ത്രിക്ക് സാമ്പത്തിക ഇടപാടുകളെന്നും SIT. രണ്ടാം പ്രതി മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. വിധി വന്നു, മുരാരി ബാബുവിന് ജാമ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ സമഗ്രാന്വേഷണം UDF-ന് ബൂമറാങ് ആകുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. കട്ടവരും വിറ്റവരും സോണിയുടെ വീട്ടിലെത്തിയതിൽ പ്രതിപക്ഷത്തിന് മറുപടിയില്ല. നിയമസഭയിലെ പ്രതിഷേധം പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമെന്നും മന്ത്രി ഹലോ മലയാളത്തിൽ. ഇപ്പോൾ 2010 മുതലുള്ള കാര്യം അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുമ്പോൾ അതെല്ലാം അവർക്ക് തിരിച്ച് വിനയായി വരുന്നൊരു ബൂമറാങ് പോലെ അവസാനം അവരുടെ നേരെ വരുന്നു എന്ന് കണ്ടപ്പോഴാണ് അവർ പുതിയ സ്റ്റൈൽ എടുത്തിട്ട് അടിയന്തര പ്രമേയമൊന്നും കൊണ്ടുവരാൻ അവസരം നൽകാതെ അല്ലെങ്കിൽ അതിനുവേണ്ടി തുനിയാതെ അതിനുള്ള അവസരം വിനിയോഗിക്കാതെ ബഹളവുമായി മുന്നോട്ട് വന്നതിൻ്റെ ഉദ്ദേശം അതാണ്. NDA പ്രവേശനത്തിന് പിന്നാലെ 2020-ൽ കൂട്ടരാജി. കിഴക്കമ്പലത്ത് 12 പ്രവർത്തകർ പാർട്ടി വിട്ട് CPIM-ൽ. 2020 പഞ്ചായത്ത് അംഗങ്ങളെ പിടിക്കാനൊരുങ്ങി UDF-ഉം LDF-ഉം. സാബു M. ജേക്കബിന്റേത് രാഷ്ട്രീയ കച്ചവടമെന്ന PV ശ്രീരജൻ ന്യൂസ് മലയാളത്തോട്. നന്നായിട്ട് ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൗട്ട് ആയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. 2020 മത്സരം പോലെ അദ്ദേഹം സ്വയം ഹിറ്റ് വിക്കറ്റ് ആയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കുടുംബ പ്രശ്നങ്ങളിൽ ഉമ്മൻചാണ്ടി ചതിച്ചെന്ന ഗണേഷ് കുമാറിന്റെ ആരോപണത്തിനെതിരെ കോൺഗ്രസ്. പരാമർശം പിൻവലിച്ച് ഗണേഷ് മാപ്പ് പറയണമെന്ന് VD സതീശൻ. കുടുംബകാര്യങ്ങൾ പൊതുവേദിയിൽ വലിച്ചിഴക്കരുത്. ഗണേഷ് ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട എന്ന് KC ജോസഫ്. MT വാസുദേവൻ നായരുടെ ആദ്യ ഭാര്യയെക്കുറിച്ചുള്ള പുസ്തകം പിൻവലിക്കണമെന്ന് കുടുംബം. പുസ്തകത്തിലെ പരാമർശം വേദനയുണ്ടാക്കിയെന്ന് മകൾ അശ്വതി ന്യൂസ് മലയാളത്തോട്. അച്ഛനെക്കുറിച്ച് അങ്ങനെ കേൾക്കുമ്പോൾ ആർക്കായാലും വിഷമമുണ്ടാവും. ആസ് എ ഫാമിലി ഇറ്റ് എഫക്ട്സ് ഓൾ ഓഫ് അസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പോസ്റ്റ് ഇടേണ്ടി വന്നത്. പുസ്തകത്തിലുള്ളത് MTയുടെ ആത്മകഥയിലുള്ള കാര്യങ്ങളെന്ന് രചയിതാവ് ദീദി ദാമോദരൻ. മകളുടെ വിമർശനം പുസ്തകം വായിക്കാതെ. അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കൺഫ്രണ്ട് ചെയ്യാൻ റെഡിയാണ്. ഞാൻ അതിൻ്റെ അകത്ത് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങൾ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. MTയുടെ കുടുംബത്തിന്റെ പരാതി MT സ്പേസ് ബാഷ്പീകൃതയുടെ 6ാം വിരൽ എന്ന പുസ്തകത്തിനെതിരെ. അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടി ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു. 3 പതിറ്റാണ്ടിന് ശേഷം അടൂരും മമ്മൂട്ടിയും ഒന്നിക്കുന്നത് പദയാത്ര എന്ന സിനിമയിൽ. അമ്പലമേട് FACT-യിൽ സിനിമയ്ക്ക് സ്വിച്ച് ഓൺ. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവിലയിൽ വൻ വർധന. ഇന്നു മാത്രം പവന് കൂടിയത് 3960 രൂപ. പവൻ വില 1,17,000-ലേക്ക് ഉയർന്നു. റഷ്യ യുക്രൈൻ സമാധാന ചർച്ച ഇന്നും നാളെയും UAE-യിൽ. ആദ്യ ത്രിരാഷ്ട്ര ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഉദ്യോഗസ്ഥർ. റഷ്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് വ്ളോഡിമിർ സെലൻസ്കി. ഇറാനിലേക്ക് അമേരിക്കയുടെ വൻ കപ്പൽപ്പട നീങ്ങുന്നെന്ന് ഡൊണാൾഡ് ട്രംപ്. സൈനിക നടപടി ആവശ്യമെങ്കിൽ മാത്രം ടെഹ്റാനിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുവെന്നും US പ്രസിഡന്റ്. ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഭൂമിയുടെ ദൃശ്യം അതിമനോഹരമെന്ന സുനിത വില്യംസ്. ഇങ്ങനെ ഒരു ലോകമുണ്ടായത് ഭാഗ്യം. ബഹിരാകാശത്തു നിന്നും തിരിച്ചു വരാൻ വഴിയൊരുക്കിയത് കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമെന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സുനിത വില്യംസ്.
തൃശൂർ പുത്തൻപള്ളിയിലെ ഭണ്ഡാരപ്പണം ട്രസ്റ്റിമാർ മോഷ്ടിച്ചെന്ന് പരാതി. ജോസ് ആലപ്പാടിനും കിരൺ ചാണ്ടിക്കുമെതിരെ സഭയ്ക്കും പോലീസിനും പരാതി നൽകി ഇടവകാംഗങ്ങൾ. പണം എണ്ണി തിട്ടപ്പെടുത്തുന്നതിനിടയിൽ മോഷ്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. ആരോപണ വിധേയരെ ട്രസ്റ്റിമാരായി തുടരാൻ അനുവദിച്ചു തൃശൂർ അതിരൂപത. കാസർഗോഡും മഞ്ചേശ്വരത്തും ലീഗ് ജയിക്കുന്നത് CPIM വോട്ട് വാങ്ങിയെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി. KM ഷാജി മത്സരിച്ചാൽ CPIM വോട്ട് കിട്ടില്ല. നേതൃത്വം ആവശ്യപ്പെട്ടാൽ താൻ മത്സരിക്കാൻ തയ്യാറെന്നും മാഹിൻ ഹാജി ന്യൂസ് മലയാളത്തോട്. ഒരു കാരണവശാലും CPM മൂന്നാം സ്ഥാനത്തുള്ള CPM വിജയസാധ്യതയില്ലാത്തൊരു 2 നിയോജക മണ്ഡലമാണ് കാസർഗോഡും മഞ്ചേശ്വരം. അപ്പോൾ അത് BJPയുടെ ജയത്തിനായിരിക്കും വഴി തുറന്നു വിടുന്നത്. ജനപ്രതിനിധികൾക്കെതിരെയുള്ള കേസുകളിൽ അലംഭാവമെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. 5 വർഷത്തിലധികം പഴക്കമുള്ള 20 കേസുകളുണ്ടെന്ന് കോടതി. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെതിരെ മാത്രം 8 കേസുകൾ. പൊതുപ്രവർത്തകർക്കെതിരായ കേസുകളിൽ സ്വീകരിച്ച നടപടികൾ DGPയെ അറിയിക്കണമെന്ന് നിർദ്ദേശം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ. രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖർഗെയുമായും ചർച്ച. MP മാർ മത്സരിക്കണമോ എന്നതിൽ തീരുമാനമുണ്ടാകും. മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ശശി തരൂർ ചർച്ചകളിൽ നിന്നും വിട്ടുനിന്നേക്കും. വിഴിഞ്ഞം 2ാം ഘട്ടത്തിലേക്ക് കുതിക്കുന്നത് കേന്ദ്ര അവഗണനയെ അതിജീവിച്ചെന്ന് തുറമുഖ മന്ത്രി VN വാസവൻ. BGF ഗ്രാന്റായി കിട്ടാത്ത ഏക സംസ്ഥാനം കേരളം. നിശ്ചയിച്ചതിലും നേരത്തെ തുറമുഖം കമ്മീഷൻ ചെയ്യാനാകുന്നത് സംസ്ഥാനത്തിന് അഭിമാനകരമായ നേട്ടം. ഒന്നാം ഘട്ട വികസന രംഗത്ത് ഏതാണ്ട് 65% മുതൽ മുടക്കും സംസ്ഥാന ഗവൺമെൻറ്റിതാണ്. 1 രൂപ പോലും കേന്ദ്ര ഗവൺമെൻറ് തന്നില്ല. തുടർന്ന് നടക്കാൻ പോകുന്ന 2, 3, 4 ഘട്ടത്തിന് ഏതാണ്ട് 9,700 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നുകൊണ്ട് പൂർത്തീകരിച്ച് 2028 എത്തുമ്പോഴേക്ക് ലോകത്തെ നമ്പർ 1 തുറമുഖമായി നമ്മൾ മാറിത്തീരും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ നേട്ടം. എക്സിം കാർഗോ സേവനങ്ങളും പുതിയ പോർട്ട് റോഡും ഉദ്ഘാടനം ചെയ്യും. തുറമുഖത്തിന്റെ വാർഷിക ശേഷി 15 ലക്ഷം TEUവിൽ നിന്ന് 50 ലക്ഷമായി ഉയരുമെന്നും മന്ത്രി ഹലോ മലയാളത്തിൽ. പാലക്കാട് മേനോൻപാറയിൽ 37കാരൻ ജീവനൊടുക്കിയത് ലോൺ ആപ്പിന്റെ ഭീഷണി മൂലമെന്ന് കുടുംബം. ക്രെഡി ലോൺ ആപ്പ് മരിച്ച അജീഷിനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നെന്ന് സഹോദരിമാർ. മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. വാങ്ങിയതിൽ കൂടുതൽ പണം പലിശ സഹിതം തിരിച്ചടച്ചെന്നും ബന്ധുക്കൾ. ടാറ്റ ഏറ്റെടുത്തിട്ടും നഷ്ടത്തിൽ നിന്നും കരകയറാതെ എയർ ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷം 15,000 കോടി രൂപയുടെ നഷ്ടത്തിന് സാധ്യതയെന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ട്. തിരിച്ചടിയായ അഹമ്മദാബാദ് അപകടവും ഇന്ത്യ പാക് സംഘർഷവും. ലോക സാമ്പത്തിക ഫോറത്തിലെ ട്രംപിന്റെ കാനഡ വിരുദ്ധ പരാമർശത്തിനെതിരെ പ്രധാനമന്ത്രി മാർക്ക് കാർണി. US കാരണമല്ല കാനഡ നിലനിൽക്കുന്നതെന്ന് പ്രതികരണം. രാജ്യത്തിന്റെ പുരോഗതി കാനഡയുടെ നേട്ടമെന്നും മാർക്ക് കാർണി.